നിന്റെ ചരിത്ര പുസ്തകം എത്രത്തോളം ചെതലരിച്ചിട്ടുണ്ടെന്ന് നന്ദൻ കുടുംബത്തിലെ സകലരും മനസ്സിലാക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്റെ ചേച്ചിയെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ മരുമകളാക്കി. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ നിങ്ങൾ ചെയ്തതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ എല്ലാരും ഒരു വട്ടം എന്റെ ചേച്ചിയുടെ സ്ഥാനത്ത് ആലോചിച്ച് നോക്കിയേ. ആവശ്യമുണ്ടായിരുന്നിടത്തോളം നിങ്ങളുടെ വീട്ടിലെ മരുമകളായി കൊണ്ട് നടന്നു. വേണ്ടതായപ്പോ ആട്ടി പുറത്താക്കാനുള്ള ശ്രമമാണല്ലേ? ആവശ്യങ്ങൾ തീർന്നതും ചേച്ചിയുടെ കഴുത്തി കിടക്കുന്ന താലി അറുത്ത് ഉപേക്ഷിക്കാനാണല്ലേ തീരുമാനം? നെറുകേട് കാണിച്ചത് എന്റെ ചേച്ചിയോടാ. അപമാനിതയായതും എന്റെ ചേച്ചിയാ. ത്യാഗം ചെയ്യേണ്ടി വന്നതും എന്റെ ചേച്ചിക്ക്. മിഥുനേട്ടനെ അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചതും എന്റെ ചേച്ചി മാത്രം. ഇന്ന് മരണത്തോട് മല്ലടിക്കുന്നതും എന്റെ ചേച്ചി. പക്ഷെ നിങ്ങൾ എന്റെ ചേച്ചി ഇവിടെ ഇട്ട് വട്ടു തട്ടുന്നു. കുറ്റാരോപിതയെ നിർത്തുന്നു. സകല പ്രശ്നങ്ങൾക്കും എന്റെ ചേച്ചിയെ ഇരയാക്കുന്നു. ഒത്തിരി നന്ദിയുണ്ട് എല്ലാരോടും. നിങ്ങളോടൊക്കെയുള്ള കടപ്പാട് ഈ ജന്മം കൊണ്ട് എനിക്കോ എന്റെ ചേച്ചിക്കോ തീർക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. ചാരു, മതി, നിർത്തിക്കോ. ഇത്രയും കാലം നിന്റെ ചേച്ചി ഞങ്ങളുടെ ജീവിതം വെച്ച് കളിച്ചത്. ഇനി നിന്റെ ചേച്ചിയുടെ കൂടെ നീയും കൂടെ ചേർന്ന് ഞങ്ങളെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തരുത്. മതിയാക്ക്. നീ എന്നെയാണോ പഴിച്ചായിരുന്നേ? അതല്ല ചെറിയമ്മേ, അവിടെ കിടക്കുന്ന മേഘനയുടെ അവസ്ഥ എന്താ ആരും മനസ്സിലാക്കാത്തത്? ഈ സമയത്തെങ്കിലും നിങ്ങൾക്ക് അവളെ ഒന്ന് വെറുതെ വിട്ടുകൂടെ? ദയവ് ചെയ്ത് കുറച്ചു നേരത്തേക്കൊന്ന് സൈലന്റ് ആയിരിക്കാൻ പറ്റൂ? ചാരു, നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. കുറച്ച് വെള്ളമെങ്കിലും കുടിച്ചൂടെ? എന്റെ ചേച്ചിക്ക് വല്ല പറ്റുമെന്ന് പേടിയാവുന്നു വിവേക്. ഞങ്ങളുടെ അച്ഛനെയും അമ്മയും കണ്ട ഓർമ്മ പോലും മനസ്സിലില്ല. അപ്പൂപ്പനും പകുതി വഴിക്ക് ഞങ്ങളെ വിട്ടുപോയി. എന്റെ അനിയനും എനിക്കും ചേച്ചി മാത്രമേ ഉള്ളൂ. ഇനി എന്റെ ചേച്ചിയും കൂടെ ഇല്ലാണ്ടായ പിന്നെ ഞാൻ എന്റെ അനിയനും അനാഥരാകും. ചാരു, നിന്റെ ചേച്ചിക്കൊന്നും പറ്റില്ല. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അവൾ കാണുന്ന മേഘനയ്ക്ക് നന്നായിട്ടറിയാം. നിതിനെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കണം. നിന്നെ കല്യാണം കഴിപ്പിച്ചൊരു നല്ല വീട്ടിലേക്ക് അയക്കണം. ഇതെല്ലാം അവള് മുമ്പിൽ നിന്ന് നടത്തേണ്ട കാര്യങ്ങളാ.
അവളുടെ ആ കടമകൾ നിറവേറ്റാനായിട്ട് മേഘനയ്ക്ക് തിരിച്ചു വന്നേ പറ്റൂ. ഞാൻ പറയുന്ന വിശ്വസിക്കുക. ഇത് കുട്ടിക്ക് ഡോക്ടർ, ഇപ്പൊ എങ്ങനെയുണ്ട് മേഘനയ്ക്ക്? ഞങ്ങളാലാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊന്നിനും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇപ്പൊ ശ്വസിക്കാൻ പോലും വല്ലാത്ത ബുദ്ധിമുട്ട് കാണിക്കുന്നു. വെന്റിലേറ്റർ വെച്ചിട്ടുണ്ട്. ബോധം തെളിഞ്ഞിട്ടില്ല. ഇപ്പോ തെളിയൊന്നും തോന്നുന്നില്ല. ഡോക്ടർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവൾക്ക് ബോധം ഉടനെ തെളിയില്ല എന്ന് പറയുന്നത് എന്താ? അവരുടെ തലയ്ക്ക് നല്ല ആഴത്തിലാ മുറിവേറ്റിരിക്കുന്നത്. അതുകൊണ്ട് ബ്രെയിനിൽ ബ്ലഡും ക്ലോട്ട് ആയിട്ടുണ്ട്. മുറിവ് സീരിയസ് അല്ലായിരുന്നെങ്കിൽ ഇപ്പോ ബോധം തെളിയേണ്ടതായിരുന്നു. ഓർമ്മ തിരിച്ചു കിട്ടാത്തോണ്ട് അങ്ങനെയൊന്നും പറയല്ല ഡോക്ടർ. ലോകത്ത് എവിടെയുള്ള സ്പെഷ്യലിസ്റ്റിന് വേണമെങ്കിലും കൊണ്ടുവന്നോളൂ. എന്നിട്ട് അവൾക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് കൊടുക്ക്. ഇവിടെയുള്ള ഡോക്ടേഴ്സും ലോകത്തിലെ ബെസ്റ്റ് ഡോക്ടേഴ്സ് തന്നെയാ. ഞങ്ങളാൽ ആവുന്നത് ചെയ്യുന്നുണ്ട്. ഇനിയെല്ലാം ദൈവത്തെ ഏൽപ്പിക്കാം. ആന്റി, മേഘനയ്ക്ക് വല്ലതും പറ്റിയ ഇവരതിന്റെ പുറകെ എൻക്വയറിക്ക് നടക്കും. അപ്പൊ ഇവരെന്നെ പിടികൂടുന്നുള്ളത് ഉറപ്പാ. അങ്ങനെ വല്ലതും സംഭവിച്ച അമ്മോ, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടേലും മുങ്ങുന്നതാ നല്ലത്. മഞ്ജരി, കണ്ടകശ്ശേരി ഒഴിഞ്ഞെന്ന് കരുതിക്കോ. മിഥുന്റെ കല്യാണത്തോടെ കൂടെ കൂടിയതല്ലേ, എങ്ങനെ ഒഴിപ്പിച്ച് വിടുന്ന ആലോചിച്ച് നിൽക്കായിരുന്നു. അപ്പൊ ആ ദൈവം തന്നെ നമ്മളോട് കരുണ കാണിച്ച് അവളിങ്ങ് തിരിച്ചെടുത്തു. ആന്റി, ആകാശത്തേക്ക് നോക്കി നിന്നാൽ ഇരുണ്ടുകൂടിയിരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കിട്ടില്ല മകനെ. സ്വാമി എന്താ പറഞ്ഞു? വലിയൊരു പ്രശ്നം നിന്നെ അന്ധകാരം പോലെ ആവരണം ചെയ്തിരിക്കുകയാണെന്ന് നാം മനസ്സിലാക്കുന്നു. മനുഷ്യന്റെ കയ്യിലില്ലാത്ത പരിഹാരം ഇനി ആ ഭഗവാന്റെ കയ്യിൽ മാത്രമേ ഉണ്ടാകൂ. മഹാദേവനോട് അപേക്ഷിക്കൂ. സാക്ഷാൽ ശിവൻ നിനക്കൊരു മാർഗം കാണിച്ചു തരും. ചെന്ന കൈലാസനാഥന്റെ കാൽക്കൽ വീഴൂ. അടിപതറി നിൽക്കുന്ന നിന്റെ മുൻപിലേക്ക് പ്രകാശതുല്യമായ ഒരു മാർഗം തെളിഞ്ഞു വരും. മോം, ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. ഈ സമയത്ത് അമ്പലത്തിലേക്ക് എന്തിനാ?
മേഘനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. വഴിമുട്ടുമ്പോ മാർഗം കാണിക്കാൻ മഹാദേവന് മാത്രമേ കഴിയൂ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം. മിഥുൻ, മിഥുൻ ചേട്ടാ, വിവേകേ, മിഥുനാകെ അപ്സെറ്റ് ആയിരിക്കുക. ആരെങ്കിലും ഇപ്പൊ അവന്റെ കൂടെ വേണം. നീയും കൂടി അവന്റെ കൂടെ ചെല്ല്. ആയിക്കോട്ടെ വിളിച്ച. മേഘന എന്റെ ജീവിതത്തിലേക്ക് വന്ന നിമിഷം മുതൽ ഈ സമയം വരെ അവൾ എന്നെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. എന്റെ നന്മയ്ക്ക് വേണ്ടി പ്രയത്നിച്ചവളാ. എന്റെ ജീവിതത്തിൽ പലവട്ടം ആപത്തുകൾ വന്നപ്പോഴും സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് എന്നെ രക്ഷിച്ചതാ. ഇന്നിപ്പോ വീണ്ടും ഞാൻ കാരണം അവൾ അപകടത്തിലായിരിക്കും. മഹാദേവ ഭഗവാനെ, എനിക്ക് അവളെ നീ തിരിച്ചു തരണേ. അല്പായുസിൽ അവളെ തിരിച്ചെടുക്കരുത്. അവളെ സ്വബോധത്തോടെ എനിക്ക് തിരിച്ചു തരണേ ഭഗവാനെ. വാഗർധായോ സംപൃക്ത വാഗർധ പ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതി പരമേശ്വരൗ. ഓം അഘോരേഭ്യോ തഘോരേഭ്യോ ഘോരഘോരതരേഭ്യഃ മനോവാഞ്ചാഫലസിദ്ധിരസ്തു ഇഷ്ടകാമ്യാർത്ഥഫലസിദ്ധിരസ്തു. നിങ്ങള് കഠിനമായ എന്തോ ദുഃഖത്തിലാണെന്നുള്ളത് നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാൻ കഴിയുന്നുണ്ട്. കൈലാസനാഥൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നവന്. മനസ്സൊരുക്കി പ്രാർത്ഥിച്ച നമ്മുടെ സകല വിഷമങ്ങളെയും മഹാദേവൻ അകറ്റിത്തരും. നിങ്ങളുടെ പ്രശ്നത്തിന് ഉറപ്പായും ഒരു മാർഗം തെളിയിച്ചു തരും. സാക്ഷാൽ പരമേശ്വരന്റെ അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് തിരുമേനി. ഈ ക്ഷേത്രത്തിന്റെ സവിശേഷത 108 പ്രദക്ഷിണങ്ങൾ ചെയ്ത് വിഷമങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായും മനസ്സിൽ നിരീച്ച് നടക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ 108 പ്രദർശനം ഞാൻ ചെയ്തോളാം തിരുമേനി. അതത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. തണുത്ത വെള്ളത്തിൽ മുങ്ങിക്കുളിച്ച് നനഞ്ഞ വസ്ത്രത്തോടെ 108 പ്രദക്ഷിണം എന്ന് വെച്ചാ അത് സാധാരണ കാര്യമല്ല. അത് മാത്രമല്ല, ഒരു വട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. അത് നിങ്ങളുടെ ഗുണത്തിന് പകരം ദോഷേ ഉണ്ടാക്കൂ. ജീവനും മരണത്തിനും ഇടയിൽ പോരാടുന്ന എന്റെ ഭാര്യയുടെ സൗഖ്യത്തിന് വേണ്ടി എത്ര വലിയ കഷ്ടപ്പാടാണെങ്കിലും അത് സഹിക്കാൻ ഞാൻ തയ്യാറാ. വലിയേട്ടാ, വലിയേട്ടനും തീരെ വയ്യാതിരിക്കല്ലേ? ദേഹമാണെങ്കിൽ മുഴുവൻ മുറിവുകളും. ആ മുറിവിൽ നനഞ്ഞ വസ്ത്രവുമായി ക്ഷേത്രത്തിൽ 108 തവണ വലം വയ്ക്കുക എന്ന് പറഞ്ഞ അതും ഈ മഞ്ഞത്ത് ഏട്ടന്റെ ആരോഗ്യം മോശമല്ലേ? ഇല്ല വിവേക, മേഘനെ കണ്ണു തുറക്കണം. പഴയതുപോലെ അവൾ എഴുന്നേറ്റ് വരണം. എന്നിട്ട് എന്നോട് വഴക്കുണ്ടാക്കണം. അതിനുവേണ്ടി ഇനി എന്ത് ചെയ്യാനും ഏട്ടൻ തയ്യാറാ. വലിയേട്ടാ,
വല്യേട്ടന് നല്ല ക്ഷീണമുണ്ട്. ഇനി വെറുതെ കുഴഞ്ഞു വിടാൻ നിൽക്കല്ലേ, നമുക്ക് മതിയാക്കാൻ വല്യേട്ടാ. എനിക്കിതുവരെ എത്തിക്കാൻ കഴിഞ്ഞില്ലേടാ. ഇത് മുഴുമിപ്പിക്കാതെ ഞാൻ പിന്മാറില്ല. അത് എത്ര തളർന്നാലും ശരി. ഭഗവാനെ, അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി 108 പ്രദക്ഷിണം ഞാൻ ചെയ്തു കഴിഞ്ഞു. ദയവ് ചെയ്ത് എന്റെ മേഘനെ എനിക്ക് തിരിച്ചു തരണേ. എന്റെ വിഘ്നേശ്വര, മേഘനയാണ് മിഥുന്റെ ഏറ്റവും വലിയ ദോഷമെന്ന് സ്വാമിജി പറഞ്ഞത് വിശ്വസിക്കണോ? അത് മിഥുനെ രക്ഷിച്ചത് മേഘനയാണെന്ന് കരുതി അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണോ? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തിനെന്റെ മോന് ഇങ്ങനൊരു ജാതകം തന്നത്? മേഘന കൂടെയുള്ളിടത്തോളം എന്റെ മോന് മൃത്യു ഏത് നേരത്തെ വിഴുങ്ങാന്നറിയാതെ ഞാൻ ഓരോ ക്ഷണവും പേടിച്ച ജീവിക്കുന്നു. യാഥാർത്ഥ്യം എന്തായാലും എന്റെ മോന് ജീവഹാനി ഉണ്ടാകാതെ രക്ഷിക്കേണ്ടത് ഒരമ്മയുടെ സ്വാർത്ഥതയല്ലേ ഭഗവാനെ? അതോടൊപ്പം ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാനായിട്ട് ശ്രമിക്കുന്നത് തെറ്റാണെന്നറിയാം. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? മേഘന നല്ലവളാന്ന് ആരും പറയാതെ തന്നെ എനിക്കറിയാം. അതുപോലെ മിഥുനിൽ നിന്നും മേഘനയെ അകറ്റുകയാണെങ്കിൽ അത് മേഘനയോട് കാണിക്കുന്ന നരകേട എന്ന് കരുതി രണ്ടാളെയും ഒരുമിച്ച് ജീവിക്കാൻ വിട്ട മേഘന കാരണം എന്റെ മകൻ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവര് രണ്ടുപേരും ഒരു കാരണവശാലും ഒന്നിച്ച് ജീവിക്കാൻ പാടില്ല ഭഗവാനെ. ആന്റി, കുറച്ചു മുമ്പ് ആന്റി പറഞ്ഞതൊക്കെ വിഷം പോലെ അരുണിമാന്റെ തലയിലേക്ക് കുത്തി കേറിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. പിന്നെ കേറാതിരിക്കൂ. ഞാൻ പറഞ്ഞ ഓരോരോ വാക്കും അവരുടെ ഹൃദയത്തിൽ തന്നെയായിരിക്കും തറച്ചിട്ടുണ്ടാവുക. അതാണിപ്പോ മേഘനയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് മേഘനയെ വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുക. വെയിറ്റ് ആൻഡ് സീ. അത് കാണാനല്ലേ നമ്മളും കാത്തിരിക്കുന്നേ. പക്ഷേ അതുവരെ അവൾക്കൊരു അപകടം പറ്റാണ്ടിരുന്നാ മതി. നീ ഒന്ന് അടങ്ങി നിൽക്ക് മഞ്ജരി. അവക്ക് ഒടുക്കത്ത ആയുസാ, അത്ര പെട്ടെന്നൊന്നും പോവില്ല. അതോർത്ത് നീ പേടിക്കൊന്നും വേണ്ട. നീ വലിയേട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ വലിയേട്ടാ, ഈ തണുപ്പത്ത് നനഞ്ഞ വസ്ത്രവുമായി ഇത്രയും നേരം പ്രദക്ഷിണം ചെയ്യാൻ ഏട്ടനാവില്ലെന്ന്. സാരമില്ല വിവേക്, എനിക്കെന്നെ മേഘനയെ തിരിച്ചു കിട്ടിയാൽ മതി. അവിടെ പഴയതുപോലെ ആരോഗ്യവതിയാവണം. അതിനു വേണ്ടി ഇതല്ല. എന്തായാലും നന്നായി. മഹാദേവന്റെ സമക്ഷത്തിൽ സകലതും സമർപ്പിച്ചുകൊണ്ട് സ്വന്തം ഭാര്യയുടെ ജീവന് വേണ്ടി 108 പ്രദർശനങ്ങളും അതിന്റെ ചിട്ടയിൽ തന്നെ പൂർത്തിയാക്കിയിരിക്കുകയല്ലേ. ഇത്രയും അധികം നിശ്ചയദാർഢ്യത്തോടെ പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ മഹാദേവന് അതൊരിക്കലും നിരസിക്കാനാവില്ല. ഉറപ്പായിട്ടും ഈശ്വരന്റെ കൃപാകടാക്ഷങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. ആ ഒരു വിശ്വാസത്തോടെ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലൂ. മിഥുൻ, മിഥുൻ,
എന്താ മോനിത്? ഇതെന്താകെ നനഞ്ഞു കുളിച്ച്? മേഘനടുത്തൊരു ജീവൻ ആവത്ത് വരാതിരിക്കാൻ വേണ്ടി വല്യേട്ടൻ തണുപ്പത്ത് കുളത്തിൽ മുങ്ങി കുളിച്ച് അമ്പലത്തിന് ചുറ്റും 108 തവണ പ്രദക്ഷിണം വെച്ചു വല്യമ്മേ. എന്താ അമ്പലത്തിന് ചുറ്റും 108 തവണ പ്രദക്ഷിണം വെച്ചെന്നോ? എന്താ മോനെ ഇതൊക്കെ? അല്ലെങ്കിൽ തന്നെ വയ്യാതിരിക്കുക. ദേഹം മുഴുവൻ മുറിവുകളാ. ഇപ്പൊ ഇതൊക്കെ എടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമുണ്ടായിരുന്നു. മേഘനയുടെ കാര്യത്തിൽ ഡോക്ടർമാരെ പോലും കൈവിട്ടിരിക്കുക. ചികിത്സയ്ക്കും അപ്പുറം അവളെ രക്ഷിക്കാൻ മറ്റെന്ത് വഴിയാ ഉള്ളത്? മനുഷ്യരെ കൊണ്ട് കഴിയാത്തപ്പോ ആ ദൈവത്തിനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ എന്നാലാവുന്നത് ചെയ്തത്. വാട്ട് ഈസ് ദിസ് മിഥുൻ? മേഘനയെ ചികിത്സിക്കാനും കഴിവതും രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവരാനും അല്ലേ ഇവിടെ ഡോക്ടർമാരും ആശുപത്രിയും ഒക്കെ ഉള്ളത്? ആ അമ്പലത്തിന് ചുറ്റും 108 വട്ടം വലം വെച്ചതുകൊണ്ട് മേഘന കണ്ണും തുറന്ന് ഇങ്ങ് എഴുന്നേറ്റ് വരുന്ന എന്താ ഗ്യാരണ്ടി? ഇതെന്താ വല്ല വെള്ളരിക്ക പട്ടണോ ആണോടാ? നിനക്ക് വല്ലതും പറ്റിയാല് അരുണിമേച്ചിക്ക് അത് സഹിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതല്ല ചെറിയമ്മേ, ഞാന് എന്തായാലും കൊള്ളാം. നീ ചെയ്തതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഈ മേഘന ഇപ്പോ എല്ലാവരുടെയും കണ്ണിൽ ഒരു കരടായി മാറിയിരിക്കുക. ഇപ്പൊ നിനക്ക് വല്ലതും പറ്റിയാണെങ്കിൽ പിന്നെ ഞങ്ങളും ജീവനോട് ഉണ്ടാവില്ലെന്നോർത്തു. ഇങ്ങനെ അമ്പലത്തിൽ ചെന്ന് വഴിപാടുകൾ കഴിച്ച വയ്യായികകൾ മാറിക്കിട്ടു. എന്നാ പിന്നെ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് എന്തിനു വരണം? വയ്യണ്ടായ ഉടനെ നേരെ വല്ല അമ്പലത്തിലേക്കും കൊണ്ടുപോയാലോ? മഞ്ജരി, ഭഗവാന് വഴിപാട് കഴിച്ചതുകൊണ്ട് ആരുടെ അസുഖം മാറില്ലായിരിക്കാം. പക്ഷേ മനസ്സിനൊരു വിശ്വാസവും ധൈര്യമൊക്കെ കിട്ടും. അതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിനക്ക് മനസ്സിലാവില്ലല്ലോ. മോം, ഞാൻ തെറ്റാണോ ചെയ്തത്? മോമല്ലേ എപ്പോഴും പറയാറ് നമ്മളെ സഹായിച്ചവരെ ഒരിക്കലും മറക്കാൻ പാടില്ലെന്നും അവരോട് ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കണമെന്നും. മേഘന എന്നെ ഏതെല്ലാം രീതിയിൽ സഹായിച്ചേ. അത് തന്നെയല്ല, ഇന്നവള് രക്ഷപ്പെടുമെന്ന് പോലും അറിയാത്ത അവസ്ഥയില. അത് ഞാൻ കാരണം അവൾക്കുണ്ടേ. അപ്പൊ ഞാൻ ഇങ്ങനെയെങ്കിലും ചെയ്യണ്ടേ മോൻ? നീ ചെയ്തതിലൊന്നും യാതൊരു തെറ്റുമില്ല മിഥുൻ. നീ നിന്റെ ഭാര്യയുടെ രക്ഷയ്ക്കല്ലേ ചെയ്തേ? ഉറപ്പായും മഹാദേവൻ ഫലം തരാതിരിക്കില്ല. അതിനെ ആര് കുറച്ചു കണ്ടാലും തെറ്റായി വ്യാഖ്യാനിച്ചാലും നീ അതൊന്നും ശ്രദ്ധിക്കണ്ട മോനെ. അതൊക്കെ പോട്ടെ, മേഘനയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. ഡോക്ടർമാരാണെ ഒന്നും പറയുന്നുമില്ല. തൽക്കാലം കാത്തിരിക്കുന്ന നിർവാഹമുള്ളൂ.